റിപ്പയറില്ല CID രായനെ അടിച്ചെന്ന് വന്നേ അങ്ങോട്ട് അത് പിങ്ങിട്ടടാ അമ്മയോട് നിപ്പുണ്ടോ? അയ്യോ അടിക്കണ്ട ഹോൾഡ് ചോദിച്ച വായിക്ക് അതായത് ഞങ്ങളിവിടെ ഗ്യാങ് വണ്ടിയായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഒരു സിറ്റിസൺ വണ്ടി വന്നിട്ട് കുറെ നേരം കൊണ്ട് ഞങ്ങളുടെ ഗ്യാങ് വണ്ടി എല്ലാം അടിച്ച് വെള്ളത്തിൽ കളഞ്ഞു. അപ്പൊ അതേ ആ ബ്രോയുടെ സെയിം ഡ്രസ്സായിരുന്നു. നീ അപ്പൊ ചോദിക്കാതെ പറഞ്ഞാൽ അടിക്കുവോ? നീ ചെന്ന് വായിക്കാത്ത കേറി ഇരിപ്പുണ്ടായിരുന്നോ? നീ സിറ്റിയിലെ കൊണ്ടേ നീയൊക്കെ ആരാ? നീയൊക്കെ സിറ്റിയിലെ കൊണ്ടേ നീയൊക്കെ നീ എവിടെ പോണു കേറിട്ട് ഇറങ്ങി ഓടിയാ? നിന്നെ ഇവിടെ പിടിച്ചു വെച്ചപ്പോ ബാക്കിയുള്ള ഓടിയോടാ എന്തുവാടാ? ഇവനെ തൂക്കിയെടുത്തോണ്ട് കൊണ്ടുപോടാ. തൂക്കിടാ അവന്റെയൊക്കെ. ഇവിടെ സിറ്റി അടിച്ചു പോയതാണോ? ഇതെന്താ ഇങ്ങനെ? ഹലോ അടിച്ചൊന്ന ആള് തന്നെയാന്ന് പിറ്റേന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഡ്രസ് ഒരേപോലെ എന്തോ സെയിം വണ്ടി എന്തോ ആ വണ്ടി ഈ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാണുന്നവരെല്ലാം പിടിച്ചടിക്കുവോ? എല്ലാവരും അടിക്കുമോ? താരം സത്യ കിടന്നാ പറഞ്ഞ ഫ്രീ വണ്ടി ഒന്നും അടിച്ചോന്നാ പറഞ്ഞ. എന്ത് പറഞ്ഞില്ല ഉടനെ തല്ലുവോ നിങ്ങള്? അത് വേറെ ഊച്ചാളി ഗ്യാങ്ങിനെ തല്ലുന്ന പോലെ തല്ലിയ വിട്ടുപോലെ കിടക്കും അവൻ. മനസ്സിലായ? അത്രേ ഉള്ളൂ. അല്ല ഗ്യാങ് ഡ്രസ് ആണ്. ചോദിച്ചിട്ട് ചെയ്യണം. എന്റെ വായില്ലേ നമ്മൾ സംസാരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ആരും പറഞ്ഞില്ല ഉടനെ കൊല്ലു. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന എല്ലാത്തിനും നേരത്തെ അടിച്ചിട്ടെ അങ്ങ്. അല്ല എന്തെങ്കിലും ഞങ്ങൾ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തേ പറ്റൂലേ? ആ സമയത്ത് പിറ്റേന്ന് റിപ്ലൈ ചെയ്തിരുന്ന ആര് പിറ്റേതോണ്ടിരുന്നിട്ട്? നിങ്ങൾ ആദ്യം പറഞ്ഞു പിറ്റേട്ട് പോയിന്ന്. നിങ്ങളുടെ വണ്ടി നമ്മൾ കൊണ്ട് അടിച്ചിട്ടോ? ഞങ്ങളൊരു സിറ്റുവേഷൻ ആയിട്ട് വേറെ സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അയാൾക്ക് പുള്ളിക്ക് അവിടെ വരണം. അപ്പൊ നിങ്ങളെ ഇടിച്ചോണ്ടിരിക്കാനാണോ ഞങ്ങളുടെ പരിപാടി? ഞങ്ങളുടെ വണ്ടി എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്? സിറ്റിയില് ഫ്രീ വണ്ടി എല്ലാവർക്കും ഉണ്ട്. എടാ രായ നീ കൂടെ വന്നേരാ. അവൻ പറയണത് നീ അവനെ വണ്ടി അമ്മാരുടെ വണ്ടി ഇടിച്ച് കളഞ്ഞോണ്ടിരിക്കുവായിരുന്നാ. വാ വാ ഇങ്ങോട്ട് വാ. എന്തൊക്കെ കരച്ചിലല്ലേ ബ്രോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തൂടെ? എടാ അടിക്കല്ലേ. ഇവിടെ 3 പേരെ കൊണ്ടുവിടാ. ഞാൻ കാര്യം പറയാം. ഞാൻ റിപ്പയറിന്റെ അവിടെ പോയി. റിപ്പയറിന്റെ അവിടെ വണ്ടികളെ നീ ഇങ്ങോട്ട് വാ. റിപ്പയർ ഉണ്ട് അവിടെ. അല്ല ഇവിടെ ഉണ്ട്. ഏതോ നീ ഇതാണോ?
നിന്റെ മര്യാദയൊക്കെ നിനക്കൊക്കെ പഠിപ്പിച്ചു തരാം ഞങ്ങള് മര്യാദ. മര്യാദ നിനക്ക് കാണിച്ചു തരണോ? നിനക്ക് നമ്മുടെ മര്യാദ എന്തോന്ന്? സാധാരണ ഞങ്ങളിങ്ങനെ അധികം സംസാരിക്കാറില്ല. കൊണ്ടുപോയിട്ട് എഴുപ്പിക്കാറുണ്ട് ഗ്യാങ്സിലിട്ട്. നിന്നെ എപ്പോഴാണ് മൾട്ടിപ്പിൾ ഞാൻ ഇടിച്ചിട്ടത് ഒന്ന് പറഞ്ഞു തരൂ. പറടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല സെയിം ഡ്രസ് എന്നല്ലല്ലോ പറയണേ. ഇപ്പൊ ഇവിടെ ഒരുത്തി നിന്നില്ലേ? അവളെ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. അവള് സെയിം ഡ്രസ്സിന്റെ കാര്യം മാത്രമല്ലല്ലോ പറയണ അവള്. റിപ്പയറിന്റെ അവിടെ ഇവന്മാരെ ഗ്യാങ് വണ്ടി ഇവന്മാര് നിറഞ്ഞു. റിപ്പയർ നിന്റെ ഒക്കെ പൊതുത്തൊത്താ, നിന്റെ പൊതുത്തൊത്താ റിപ്പയർ ചെയ്യാൻ വന്നൂടെ? അറ്റ്ലീസ്റ്റ് നിന്റെ ദേഹത്ത് തട്ടിയെങ്കിൽ നീ വന്ന് ചോദിക്കണം ബ്രോ എന്തിനാ തട്ടിയെന്ന്. മൾട്ടിപ്പിൾ ടൈം വന്ന് ഇടിച്ചത് നിന്നെ എപ്പോഴാണ്? മൾട്ടിപ്പിൾ ടൈം ഞാൻ വന്ന് ഇടിച്ചത് വണ്ടിയില്. പറടാ, മര്യാദ സംസാരിക്കണോ? ഞാൻ ഇനി മര്യാദ സംസാരിക്കണോ? ചുമ്മാ അടിച്ചു വന്നിട്ട് നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് പറഞ്ഞുതരാം. മര്യാദ സംസാരിക്കാൻ പറ്റൂല. എങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ? നിന്റെ ലീഡർ എടുത്തോണ്ടോ എന്ത് ചില്ലാൻ ബ്രോ? ചുമ്മാ എന്ത് ചില്ല? നിങ്ങൾക്ക് ചില്ലാന്ന് പറയണം. നമ്മള് വേറെ സിറ്റുവേഷൻ നിങ്ങൾ വന്നിരുന്ന് അടിച്ചു കൊല്ലുമ്പോ ഞങ്ങൾ മിണ്ടായിരിക്കണോ? എന്താണ് പ്രശ്നം? ചോദിക്കണ കൂട്ടത്തിൽ ഒരുത്തരൊക്കെ വന്നിട്ട് ചില്ലായിട്ടിരിക്കാൻ എടാ രണ്ടാം അടിച്ചിടല്ലേടാ ചന്ദ്ര. എവിടെ ഇവരെ തല്ലല്ലേ? ചന്ദ്ര ഇത് നമ്മള് വേറെ സാധനം സംസാരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രായനെ അടിച്ചിട്ടുണ്ട് എല്ലാവരും. എടാ റിപ്പയർ പോയപ്പോ ഇവന്റെ അവനെ ചെറുതായിട്ട് തട്ടി. സിറ്റുവേഷൻ എടുക്കാനൊന്നും പഠിപ്പിക്കല്ലേ. നീയൊക്കെ സിറ്റുവേഷൻ എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വട്ടം എടുത്തു വെച്ചങ്ങ് കാണിക്കും. ജട്ടി ഇട്ടിട്ടുണ്ടോടാ? നിന്റെ കൊട്ടക്ക് താഴെ സാധനം ഉണ്ടോടാന്ന് ചോദിച്ച് സിറ്റുവേഷൻ എടുക്കുന്ന POV ഞാൻ കാണിച്ചു തരാം നിനക്കൊക്കെ. ഇത് നമ്മുടെ ഒരുത്തിനെ അടിച്ചിട്ടുണ്ടാ ചോദിച്ചേ? നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരെ അടിച്ചിടുമ്പോ കേറി ചെന്നിട്ട് നീയൊക്കെ മറ്റേ മിണ്ടാതിരിക്കുമായിരിക്കും പേടിച്ചിട്ട്. നമ്മളങ്ങനല്ല, TV അങ്ങനല്ല ശീലിച്ചത്. അതിന് ഏതവനോ നമുക്ക് മുകളിലൊരാളും താഴെ ഉള്ളവരാണെങ്കിലും സിറ്റുവേഷൻ എടുത്ത് തീർത്തിട്ടേ പോത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല ഇതൊന്നും പറയത്തില്ല. 18 വരെ ഉള്ളെങ്കിൽ 18 വരെ വെച്ച് അടിക്കും ഞങ്ങൾ. എന്താ ടിവിയുടെ ഗ്യാങ്സ് കണ്ടില്ലേ നീ? അല്ലല്ല അങ്ങനല്ലല്ലോ നമ്മളെ ടിവിന്ന് മനസ്സിലായില്ലേ അവന്? അല്ലല്ലതാ അവൻ അടിച്ചവന് കാര്യം മനസ്സിലായി. അവന് കാര്യം മനസ്സിലായി ആളല്ലെന്ന്. ഈ മറ്റവനും വാക്കുവാണ് വർത്താനം കൂടുതല്. മാനിയോട് സംസാരിക്കാൻ. നീ ആരും ഇവിടുത്തെ മേയറാ? നിന്നെ ഞാൻ കുനിഞ്ഞു സംസാരിക്കാൻ. അടിയിൽ EMS നോക്കി ഒന്നും കൂടി അവരടിയിലുണ്ട്. അടി പോയാ? ഇല്ല അത് ഓൾറെഡി ഉണ്ടാക്കി. അല്ല അതിനെടുക്കണ്ട. ആ സിറ്റുവേഷൻ എടുക്കണ്ട. ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അവൻ വിളിച്ചായിരുന്നു. അതിനെടുത്തോളാം ഞാൻ. ഇവന്മാരുടെ അടുത്തൊരു തീരുമാനമാക്കട്ടെ. തീരുമാനം ആയില്ലെങ്കിൽ ഇന്ന് അവന്മാര് സിറ്റിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അടിച്ചിട്ടേ പോകുള്ളൂ. എടാ ഇവന്മാരുടെ കൂട്ടത്തിൽ നിന്നേ ഏതോ ഒരു തൊലിഞ്ഞ കളവനെ മറ്റേ നമ്മളെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ MRCയുടെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാന്ന് പറഞ്ഞ്. ഇവർ തൊട്ട് മുമ്പ് ഇവന്മാരുടെ കോ-ലീഡർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സിറ്റുവേഷൻ ഉണ്ട് 11 കാലാകുമ്പോ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാ. അത് വെച്ച് എടുക്കാൻ പറ്റത്തില്ലെന്നോ? മറ്റേ സിറ്റുവേഷന്റെ ഫ്ലോ ആണെന്നോ? ഇനി അടുത്ത ദിവസം അങ്ങനെയാണെങ്കിൽ അന്നാ വിട്ടേരടാ. എനിക്ക് വെളിയിൽ സംസാരിക്കണ്ട. ഇവന്മാരെ എവിടെ നിൽക്കട്ടെ. എവിടെ കണ്ടാലും ഞാൻ പോയി ചോർന്നോളാം. കൂൾ ഡൗൺ ഒന്നും ഇല്ലല്ലോ. ഇതൊന്നും തീരുമാനമാക്കട്ടെ. ഇവന്മാരുടെ പ്രശ്നം തീർത്തോട്ടെ ബ്രോ. പരാതിയൊന്നുമില്ലല്ലോ. നമ്മളിവിടെ റെഡിയാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അടിച്ചു, നമ്മൾ തിരിച്ചടിച്ചിട്ടു. നമ്മളിവിടെ റെഡിയാ. നമുക്ക് വാറും ഒന്നും വേണ്ട. ഓക്കെ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇനി അഥവാ അടിക്കണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. ശരി വാടാ. ആ ടെമ്പററി ഗ്യാങ്സ് എവിടെ? ഏ സൈഡാ?
സാറിലെ MRC-ലെ കണ്ടികളെല്ലാം കാണുവാണെങ്കിൽ ഒന്ന് പറയണേ, എവിടെ എവിടെയും കാണുവാണെങ്കിൽ. മറ്റേ ബൈക്ക് ഓടിച്ചൊക്കെ പോണുണ്ടായിരുന്നു കുറച്ച് കീട്ടങ്ങളെല്ലാം കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. അവൻ അപ്പാപ്പനെ വിളിച്ച് കൊണച്ചായിരുന്നേ അവന്റെ വർത്താനം. അവിടുത്തെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് അപ്പാപ്പൻ, മറ്റേ കോപ്പീഡ്. ഒന്ന് പറയണേ, ഇവിടെ ഹലോ പറയടാ. ബൈക്കിലോ ഷോപ്പിന്റെ അപ്പുറത്തുനിന്ന് TV ഡ്രസ് ഷോപ്പിന്റെ അപ്പുറത്ത് നോക്കിയടാ. നേരെ പോയി അടിക്കല്ലേ, അടിക്കാൻ പറ്റൂല. ഞാൻ ആലോചിക്കുന്നത് ഇമാതിരി കണ്ടികൾക്ക് വേണ്ടി കമന്റ് ബോക്സിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗതികേടാണ്. ഹലോ, MRC-ലെ കണ്ടികളായല്ലോ. എടാ അവിടെ കണ്ടോടെ കണ്ടികളെ, MRC-ലെ കഴിവില്ലാത്ത കണ്ടികളെ എവിടെയെങ്കിലും ഒന്ന് കാണുവാണെന്ന് പറയണേ. നിങ്ങൾ കണ്ടായിരുന്നോ MRC-ലെ കഴിവില്ലാത്ത കണ്ടികളെ ആരെങ്കിലും? നട്ടലില്ലാത്തവന്മാരെങ്കിലും കണ്ടായിരുന്നോ? എന്താ വണ്ടി എടുത്ത് പോണേ? എന്താ ഹലോ സംസാരിക്കൂലേ? ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് മാറിപ്പോ അലിസ. കഷ്ടം തന്നെ. എന്തോ കേട്ടില്ല. അല്ലെ പുറത്തിരിക്കുന്ന ആളുടെ പേരെന്താ? ഇവരുടെ പേരെന്താ? മാലിക്. ഓക്കെ. മാലിക് ഏതൊരു ഫാമിലിയിലുള്ള ആളാണോ? പൊട്ടനാടാ. ഹലോ ബ്രോ, പൊട്ടനാണോ? ഹലോ ഏതൊരു ഫാമിലിയിലുള്ള ആളാണോ? ഹലോ, ഈ കണ്ടിട്ട് ചെവി കേൾക്കൂല്ലേ ഇവന്? തോളത്തിരിക്കുന്ന വെളിയിൽ താഴോട്ട് ഇറങ്ങിയേ. ഇപ്പൊ കത്തിപ്പോ എന്താ പേടിച്ചോടാ നീയൊക്കെ മറ്റേ മെസ്സ് അടിക്കുന്ന അണ്ണന്മാരെന്താ വരാത്ത? ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണേ? ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുവോ നിന്റെയൊക്കെ അണ്ണന്മാര് വരാൻ വേണ്ടി? മനസ്സിലായ? വരുവോ? നീയൊക്കെ ആർക്ക് വേണ്ടിയാ കിടന്ന് കുരക്കണേ? ഇവന്മാർ ഇത്രേ ഉള്ളൂ, മനസ്സിലായ? ഇത്രയും വലിയ തീട്ടങ്ങളാണ് നീയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാര് നമ്മളെ എന്തോ ചെയ്തു കളയോ എന്തോ ഇതാക്കുമെന്ന്. ഇത്രയും വലിയ തീട്ടങ്ങളെ ഇനിയെങ്കിലും ബ്രെയിൻ യൂസ് ചെയ്യണം മക്കളെ. ഇനിയെങ്കിലും ബ്രെയിൻ യൂസ് ചെയ്യും. ഇങ്ങനെ വന്ന് വെല്ലുവിളിച്ചാൽ പോലും അടിക്കാൻ പേടിയുള്ളവന്മാരാണ് ഇവിടെ ഉള്ളത്, മനസ്സിലായ? നീ ഒന്നും മെസ്സ് അടിക്കാൻ നിൽക്കരുത്. അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലോ ടയർ ഗ്യാങ്ങിന്റെ അടുത്ത്, നമ്മുടെ അടുത്തല്ല. Thank you so much for the money to give me membership gift. Thank you so much. ആഴ്ച ലീഡർ വരണ്ട ഗതികേടാ. അവരാതെന്താ ഞാൻ കാണിച്ചു തരാം അവന്മാരെ കൊണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും മിണ്ടണ്ട. നീയൊക്കെ കണ്ടോ അവരാതെന്താന്ന് നീയൊക്കെ കണ്ടോ? നാട്ടിലുള്ള ലീഡറൊന്നും ഇല്ലടാ. നിന്റെയൊക്കെ ഉറപ്പ് കാണട്ടെ. നിന്റെയൊക്കെ ഉറപ്പ് കാണട്ടെ. എന്തൊരു ഗതികേടാ നിന്റത്. വല്ലാത്തൊരു ജീവിതം. നല്ല കൊരയാണ് അവൻ. നല്ല രണ്ടാഴ്ച മുമ്പ് ആര് ലീഡർ ഇപ്പൊ സിറ്റിയിലില്ല. അല്ല നീ രണ്ടാഴ്ച നീ ആരെയാണ് ലീഡർ എന്ന് വിളിച്ചേ?
അല്ല, രണ്ടാഴ്ച ആരാണ് വിട, വിട, അത് leader? വിട, 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 വിട. എടാ, കണ്ണാപ്പി ഇല്ലാത്ത ചോദിക്കരുത്, വേറെ ഉള്ളതിനെ പറ്റി ചോദിര്. എവിടെ നിന്റെ മറ്റേ മൂത്തപ്പ എവിടെടാ? പിന്നെ ഈ മൂത്തപ്പന്മാരൊക്കെ ഉണ്ടോ ഗ്യാങ്ങില്? എടാ, മൂത്തപ്പന്മാര് നിന്റെ തലയിൽ ലൈറ്റ് ഇട്ടോണ്ട് നടക്കണ ഒരുത്തുണ്ടല്ലോ, അവ എവിടെ? അങ്ങനെ ആരുമില്ല. തലയിൽ ലൈറ്റ് ഇട്ടോണ്ട് നടക്കണ കുർക്കുറ പാപ്പൻ അങ്ങനെ കുർക്കുറ വന്നിരിക്കുന്ന പാപ്പൻ കുർക്കുറ പാപ്പനെ പറഞ്ഞാണല്ലോ. 1 2 3 4 5 6 കൂട്ടത്തിൽ ഒരുത്തനായിട്ട് അവരാധിച്ച് ഒഴിപ്പിച്ചോണ്ടിരിക്കുക. എല്ലാരും അപ്പാപ്പനല്ല അതാണ് കുറച്ചൊരു മാറിയില്ലേ. അവനെ അപ്പിപ്പാപ്പാന്ന് വിളിച്ചാൽ മതി, അവനെ അപ്പിപ്പാപ്പാന്ന്. ചേച്ചി വേണ്ട, അവൻ അരിപ്പൂറാന്ന് വിളിക്കാം. ഈ കണ്ടാറുള്ളത് എവിടുന്ന വരുന്നത്? ഇല്ല ഒന്നുമില്ല വയസ്സാകാലത്ത് ചെവി പോയി കേട്ടോ, ചെവി പോയി കേൾക്കണത്. നീ ഒരു കാര്യം ചെയ്താൽ ആ കണ്ടി നിന്റെ ആ കണ്ടി പാപ്പം വരുമ്പോ പറയുമ്പോ അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ടിവിയെ. ആ പ്രശ്നമൊക്കെ ഞാൻ അവനോട് പറഞ്ഞു, പറഞ്ഞാൽ മതി. നീ ഇവന്റെ തല്ലുള്ളി അപ്പിപ്പാപ്പന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അവനെ എവിടെ കണ്ടാലും വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞേരെ. എടുത്തിട്ട് പോടാ, ഇവിടെ ഇവിടുന്ന് പോവാ. നീ അതിന്റെ ഇടയ്ക്ക് വാ തുറക്കില്ലടേ, ബാക്കി ആരും പറഞ്ഞ കേസ്. വാടാ, വണ്ടി കയറി ഇവിടെ പീടി എടുത്ത് സംസാരിക്കല്ലേ, വണ്ടി കയറി വാ. ആവണില്ലാത്ത അപ്പാമ്മ പറയണേ. ഇത്രയൊക്കെ പറയില്ല, അവനൊക്കെ ചോദിക്കാൻ വരാനില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അവന്മാരവിടെ അതിനൊക്കെ കൊള്ളൂടാ, ഈ തല്ലുകളെയും കൊണ്ട് അതിനൊക്കെ കൊള്ളൂളൂ. അവനൊക്കെ അവിടെ പോയി കൊണച്ചോണ്ടിരിക്കട്ടെ, അവിടെ ഇരുന്ന് കറങ്ങട്ടെ. ഇപ്പൊ മനസ്സിലാവുമാർക്ക് നമ്മളവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്.